ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു അയില നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യുന്ന ആ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് 4 അയിലയാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഒന്ന് കുറച്ച് വലുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം തക്കാളി ഉണ്ട്, കാന്താരി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്, കുറച്ച് കുരുമുളകും ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഇഞ്ചിയുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാനിത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എന്നിട്ടാണ് ഈ ഫ്രൈ ആക്കുന്നത് അതിൽ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ആ ഫ്രൈ ചെയ്യാനുള്ള ഇത്. അപ്പോൾ ആ മീനിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളകിൻ്റെ കാന്താരിൻ്റെ പച്ചമുളക് ഒരു കഷ്ണം, ഇതെല്ലാം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അടിച്ചെടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് നല്ല അടിപൊളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മീനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കണം. ഉപ്പിയിലിട്ടിട്ടില്ല ഞാൻ. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉപ്പും കൂടി കൂട്ടി പെരക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ മീനിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ മീനിനെല്ലാം നല്ല അടിപൊളിയായിട്ട് പെരക്കി കൊടുക്കാം നമുക്ക്. കുറച്ച് നേരം എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിനെ. അപ്പോൾ എല്ലാം അതിന് പിടിച്ചോളും. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. മീനിൻ്റെ ഉള്ളിലെല്ലാം ആക്കി വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് നേരമായി. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയെല്ലാം കട്ടിയായതുകൊണ്ട് നേരത്തെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ കായുന്നുണ്ട്. കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മീൻ മിക്സ് ചെയ്ത് വെച്ചത് ഇതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് മറ്റേ ഭാഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. എന്തായാലും ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ ഇവിടുന്ന് നല്ലോണം ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഇത് അടിപൊളിയായിട്ടെല്ലാം ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ഇതായി സൂപ്പർ ഫ്രൈ. അതിലെ ഫ്രൈ ഇതാ നല്ല പ്രത്യേക രീതിയിലാണ് ഞാൻ ഫ്രൈ ആക്കിയിട്ടുള്ളത്. ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാമാണ് ഇട്ടിട്ടുള്ളത്. കുരുമുളക്, അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.